അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ വാർഷിക പരീക്ഷ, സമസ്തയുടെ മദ്രസയുടെ വാർഷിക പരീക്ഷ, അതിൻ്റെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്നാണ് വാർഷിക പരീക്ഷ തുടങ്ങുന്നത്, ഏതൊക്കെ പാഠങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഒന്നാം ക്ലാസ്സിൻ്റെ പരീക്ഷ ആദ്യത്തെ ദിവസം, പരീക്ഷ തുടങ്ങുന്ന ആദ്യ ദിവസം 15/2/2025 അഥവാ ഫെബ്രുവരി, അടുത്ത മാസം 15-ാം തീയതി ശനിയാഴ്ച ഒന്നാമത്തെ പരീക്ഷ തഫ്ഹീം. അപ്പോൾ ലിവാഉം പുസ്തകം പിന്നെ വായിക്കാനും എഴുതാനും ഉണ്ടാകും. അതുപോലെ പിറ്റേ ദിവസം ഞായറാഴ്ച അറബി മലയാളം വായനയും എഴുത്തും ഉണ്ടാകും, അഥവാ എല്ല് പുസ്തകം. പിന്നെ 16-ാം തീയതി തിങ്കളാഴ്ച പിന്നെ കേട്ടെഴുത്തും അതുപോലെ ദീനിയാത്തും അഖ്ലാഖും. ഇതാ 3 പരീക്ഷയാണുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പരീക്ഷ അഥവാ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ നിർബന്ധമായും കുട്ടികൾ പഠിക്കണം. അപ്പോൾ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് എടുത്ത പാഠങ്ങൾ എത്രയാണ്? ലിവാഉം പുസ്തകത്തിൽ 9-ാം പാഠം മുതലും മറ്റേ എല്ല് പുസ്തകത്തിലും 9-ാം പാഠം മുതൽ, ഈ 9-ാം പാഠം മുതൽ അവസാന പാഠം വരെ നല്ലോണം പഠിക്കണം. കാരണം വാർഷിക പരീക്ഷയ്ക്ക് പുസ്തകം മുഴുവനും പരീക്ഷയ്ക്ക് ഉണ്ടാവും. അതാണ് ഞാൻ ഇവിടെ മുകളിൽ എഴുതിയ പുസ്തകം മുഴുവൻ എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് പുസ്തകം മുഴുവൻ പഠിക്കണം. എന്നാൽ ഒരു 20-25 മാർക്കിൻ്റെ ചോദ്യം, പകുതി മാർക്കിൻ്റെയൊക്കെ ചോദ്യം ഏകദേശം ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളായിരിക്കും. അപ്പോൾ 9-ാം പാഠം മുതലുള്ള എല്ലാ പാഠങ്ങളും നല്ലോണം ശരിക്കും പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ 2-ാം ക്ലാസ്സിലേക്ക് പോവാണ്. 2-ാം ക്ലാസ്സിലേക്ക് ഇവിടെ അങ്ങനെ തന്നെ പറയാനുള്ളത്, എല്ലാ പുസ്തകത്തിലും പുസ്തകം മുഴുവനും പരീക്ഷയ്ക്ക് വരും. ഫസ്റ്റ് പരീക്ഷ തുടങ്ങുന്നത് 17-ാം തീയതിയാണ്. അഥവാ 1-ാം ക്ലാസ്സിൻ്റെ 2 ദിവസത്തെ പരീക്ഷ കഴിഞ്ഞിട്ടാണ് 2-ാം ക്ലാസ്സിന് പരീക്ഷ തുടങ്ങുന്നത്. അഖീദയാണ് ഫസ്റ്റ് പരീക്ഷ. പിന്നെ അഖീദ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠം 8 മുതലാണ്. അപ്പോൾ 8-ാം പാഠം മുതൽ അവസാന പാഠം വരെ. അതുപോലെ ലിസാന് 8-ാം പാഠം മുതൽ ലാസ്റ്റ് പാഠം വരെ. ഫിഖ്ഹ് 10-ാം പാഠം മുതൽ മുഴുവനും. ഖുർആൻ ഹിഫ്ള് ഞാൻ പിന്നീട് പറയും, അതിൻ്റെ വീഡിയോ വേറെ ചെയ്യാൻ ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ. പിന്നെ അഖ്ലാഖ് 8-ാം പാഠം മുതൽ മുഴുവനും. അപ്പോൾ ഈ 8-ാം പാഠം മുതൽ മാത്രം പഠിക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരു 20-25 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഈ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷമുള്ള ഭാഗത്തു നിന്നായിരിക്കും. ബാക്കി 1-ാം പാഠം മുതൽ മുഴുവൻ പാഠങ്ങളും ചോദ്യം വരും. പക്ഷേ 25 മാർക്കിൻ്റെ ചോദ്യം അല്ലെങ്കിൽ 20 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഈ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്ത 3-ാം ക്ലാസ്സിൻ്റെ പരീക്ഷ. എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക നിങ്ങളുടെ ടൈം ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ട്. 3-ാം ക്ലാസ്സിന് 15-ാം തീയതി ആണ്, അഥവാ ഒന്നാമത്തെ പരീക്ഷ തുടങ്ങുന്ന 1-ാം ദിവസം തന്നെ അഖ്ലാഖാണ് പരീക്ഷ. പിന്നെ 1-ാം പാഠം മുതൽ മുഴുവനും പുസ്തകം മുഴുവനും പരീക്ഷയ്ക്ക് ഉണ്ടാകും. എന്നാൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ, അതിൽ നിന്ന് 20-25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് 8-ാം പാഠം മുതൽ മുഴുവനും, അതാണ് അഖ്ലാഖ്. ഫിഖ്ഹ് അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഫിഖ്ഹ് 15-ാം പാഠം മുതൽ മുഴുവനും. അതിൻ്റെ തൊട്ടടുത്ത ദിവസം താരീഖ് 12-ാം പാഠം മുതൽ മുഴുവനും. അഖീദ 8-ാം പാഠം മുതൽ മുഴുവനും. തജ്വീദ് 9-ാം പാഠം മുതൽ മുഴുവനും. ലിസാൻ 8-ാം പാഠം മുഴുവനും. എന്ന് പറഞ്ഞാൽ ഇത് മാത്രം പഠിക്കണം എന്നല്ല പറഞ്ഞത്. ഞാൻ പറയട്ടെ, 20-25 മാർക്കിൻ്റെ ചോദ്യം ഈ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുക. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള മാർക്ക് നോക്കിയാൽ മതി. 1-ാം പാഠം മുതൽ ഏത് പാഠത്തുനിന്നും ചോദ്യം വരെ, അത് നമ്മൾ ആദ്യം ഉറപ്പിക്കുക. 1-ാം പാഠം മുതൽ ഏത് പാഠത്തുനിന്നും വാർഷിക പരീക്ഷയ്ക്ക് ചോദ്യം വരാം. പക്ഷേ ഒരു 20-25 മാർക്കിൻ്റെ മാർക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഭാഗത്തുനിന്ന്. അപ്പോൾ ഞായറാഴ്ച 23-ാം തീയതി ഞായറാഴ്ചയോടുകൂടി 3-ാം ക്ലാസ്സിലെ പരീക്ഷ തീരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 19-20 കഴിഞ്ഞാൽ 21-ന് 3-ാം ക്ലാസ്സിന് പരീക്ഷ അല്ല കേട്ടോ. ശനിയാഴ്ച പരീക്ഷ അല്ല, ഞായറാഴ്ചയാണ് പരീക്ഷ അവസാനിക്കുന്നത്. അടുത്ത് നമ്മൾ 4-ാം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ശനിയാഴ്ച പരീക്ഷ തുടങ്ങുന്നു 15-ാം തീയതി. ഫസ്റ്റ് പരീക്ഷ താരീഖാണ്. തൊട്ടടുത്ത ദിവസം അഖീദ, അടുത്ത ദിവസം അഖ്ലാഖ്, പിന്നെ തജ്വീദ്, പിന്നെ ബുധനാഴ്ച ലിസാന്, വ്യാഴാഴ്ച ഖുർആൻ ഹിഫ്ള്. വ്യാഴാഴ്ച എല്ലാ ക്ലാസ്സുകാർക്കും ഖുർആൻ ഹിഫ്ളാണ് പരീക്ഷ. വ്യാഴാഴ്ച പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ 23-ാം തീയതി അഥവാ ഞായറാഴ്ചയാണ് അവർക്ക് പിന്നെ പരീക്ഷ വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ശനിയാഴ്ച അവർക്ക് ലീവുണ്ട്.
ഇവിടെ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ശേഷം എടുത്തത് എന്ന് പറഞ്ഞാൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളാണ് ഈ അറ്റത്ത് എഴുതിയിട്ടുള്ള 8 മുതൽ മുഴുവനും 10 മുതൽ മുഴുവനും എന്ന് പറയുന്നത്. ആ ഭാഗം ഒരു 20-25 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടാകും. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക. ഇനി അടുത്ത് നമ്മൾ 5ാം ക്ലാസ് എടുക്കുന്നില്ല, കാരണം 5ാം ക്ലാസ് പൊതുപരീക്ഷയാണ്. അത് നമ്മളിതിൽ ജനറൽ പരീക്ഷയിൽ പെടുത്തുന്നില്ലല്ലോ. അതിന് പബ്ലിക് എക്സാമിന് പൊതുപരീക്ഷയ്ക്ക് പ്രത്യേകം വേറെ തന്നെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ആവശ്യമുള്ളവർ പിന്നെ വേണമെങ്കിൽ നിങ്ങളോട് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഞാൻ അതിനെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടില്ല. ഇനി 6ാം ക്ലാസ് നോക്കുകയാണെങ്കിൽ ആദ്യ പരീക്ഷ തുടങ്ങുന്നത് ഞായറാഴ്ചയാണ്. ഫസ്റ്റ് ദിവസം ശനിയാഴ്ച അവർക്ക് പരീക്ഷയല്ല, ഞായറാഴ്ച ദുറൂസാണ്. 9 പാഠം മുതൽ മുഴുവനും പാഠങ്ങളും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്തതാണ്. 20-25 മാർക്കിൻ്റെ ചോദ്യം അവിടെ നിന്നുണ്ടാകും, ശ്രദ്ധിക്കുക. പിന്നെ ലിസാന് 8 പാഠം മുതൽ മുഴുവനാണ്. പിന്നെ ഫിഖ് 15 മുതൽ മുഴുവനാണ്. താരീഖ് 12 മുതൽ മുഴുവനാണ്. ശ്രദ്ധിക്കേണ്ടത് 1ാം പാഠം മുതൽ ഏത് പാഠം പരീക്ഷയ്ക്ക് വരും, 1ാം പാഠം മുതലൊക്കെ ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഒരു 20-25 മാർക്കിൻ്റെ ചോദ്യം വരുന്നതും ഞാൻ ഈ പറഞ്ഞ എഴുതിയ ഭാഗത്തു നിന്നായിരിക്കും. അടുത്ത് നമ്മൾ 8ാം ക്ലാസ്സിലേക്ക് പോകാം. 8ാം ക്ലാസ്സിൽ 4 വിഷയമാണ് പരീക്ഷയ്ക്കുള്ളത്. ആദ്യത്തെ ദിവസം ഫിഖ് ആണ്, 12 മുതൽ മുഴുവനുണ്ട്. പിന്നെ 16-ാം തീയതി ഞായറാഴ്ച ലിസാന് 9ാം പാഠം മുതൽ മുഴുവനുണ്ട്. പിന്നെ ദുറൂസ് 13ാം പാഠം മുതൽ മുഴുവനും, താരീഖ് 11ാം പാഠം മുതൽ മുഴുവനും. എന്ന് പറഞ്ഞാൽ 20-25 മാർക്കിൻ്റെ ചോദ്യം ആ ഭാഗത്തു നിന്നായിരിക്കും. ഞാനത് ആവർത്തിക്കുന്നില്ല കേട്ടോ. ബാക്കിയുള്ളത് 1ാം പാഠം മുതലൊക്കെ ചോദ്യങ്ങളുണ്ടാകും. അടുത്ത 9ാം ക്ലാസ് പിന്നെ ആദ്യത്തെ പരീക്ഷ ലിസാനാണ്. 1ാം പാഠം മുതൽ മുഴുവനും ഉണ്ടാകും. പ്രത്യേകിച്ച് ലിസാനാകുമ്പോൾ 1ാം പാഠം മുഴുവൻ നല്ലോണം ഉണ്ടാകും. അതിൽ 9ാം പാഠം മുതൽ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കുക. ഒരു 20 മാർക്കിൻ്റെ ചോദ്യം അവിടെ നിന്നുണ്ടാകും 9ാം പാഠം മുതൽ. അതുപോലെ താരീഖ് 1ാം പാഠം, എല്ലാ പുസ്തകങ്ങളും 1ാം പാഠം മുതൽ പരീക്ഷയ്ക്ക് ഉണ്ടാകും. 14 പാഠം മുതൽ മുഴുവനും എന്താകും, ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. പിന്നെ അവർക്ക് കുറേ ദിവസം ഗ്യാപ്പ് ഉണ്ട്. പിന്നെ ശനിയാഴ്ച ഫിഖ് ആണ്. പിന്നെ ലാസ്റ്റ് ദിവസം ഞായറാഴ്ച ദുറൂസ്. അവിടെ എഴുതിയിട്ടുണ്ട് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠഭാഗങ്ങൾ. അപ്പോൾ ഇത് നല്ലോണം പഠിക്കുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.